ആദരണീയരായ വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വളരെ പരിമിതവും ദുർബലവുമായ ഈ ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. ഷഹാദത്ത് കലിമ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് നാം, ജീവിക്കേണ്ടവരാണ് നാം. ബുനിയൽ ഇസ്ലാം വല ഹംസിൻ, 5 തൂണുകളിലായിട്ടാണ്, 5 സ്തംഭങ്ങളിലായിട്ടാണ് ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. പ്രവാചകൻ വിശദീകരിക്കുകയാണ്, ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല, മറ്റൊന്നുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതൻ ആകുന്നു എന്നതിന് ഞാൻ സാക്ഷിയാകുന്നു. ഷഹാദ, ഞാൻ സാക്ഷിയാകുന്നു എന്നുള്ളതാണ് പറഞ്ഞ 5 സ്തംഭങ്ങളിൽ ഒന്നാമത്തേത്, ഏറ്റവും പ്രധാനപ്പെട്ടത്. തുടർന്ന് പറയുന്നു, ഇഖാമിസ്സലാഹ്, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് നൽകുക, വസൗമ റമദാൻ, റമദാനിലെ നിർബന്ധ അനുഷ്ഠാനം, വ്രതം അനുഷ്ഠിക്കുക, വഹജ്ജിൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല, കഴിയാവുന്ന ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ കഴിയാവുന്ന ആളുകൾ കഅബാലയത്തിങ്കൽ പോയിട്ട് ഹജ്ജ് നിർവഹിക്കുക. 5 കാര്യങ്ങളിൽ ഷഹാദത്ത് ഒഴികെയുള്ള 4 കാര്യങ്ങളും കർമ്മങ്ങളാണ്. നമസ്കാരം കർമ്മമാണ്, അനുഷ്ഠാനമാണ്. സക്കാത്ത് കർമ്മമാണ്, അനുഷ്ഠാനമാണ്. നോമ്പും ഹജ്ജും അതെ. ഈ 4 കാര്യങ്ങൾ എങ്ങനെ കർമ്മങ്ങളായോ അതൊക്കെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യത്തോടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ടോ അതത്രയും ജീവിതത്തിൽ ഗൗരവതരമായി കണിശമായി പാലിക്കേണ്ടതുണ്ടോ, അതേപോലെയോ അതിലുപരിയായോ ഒന്നാമത് പറഞ്ഞ ഷഹാദത്ത് ജീവിതത്തിൽ പാലിക്കേണ്ടവരാണ് നാം. എന്നുവെച്ചാൽ അതിലും നാം കർമ്മം കാണേണ്ടതുണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്നുവെച്ചാൽ ഒരു മുസ്ലിം കുടുംബക്കാരൻ അവൻ യഥാർത്ഥത്തിൽ ഇസ്ലാം ഉൾക്കൊണ്ട കുടുംബം എന്താണ്, എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്ന് പഠിപ്പിക്കപ്പെട്ട പ്രവാചകന്റെ മാതൃകയിലൂടെ അത് തിരിച്ചറിഞ്ഞ് അത് ജീവിതത്തിൽ പകർത്തിയ കുടുംബക്കാരനാവണം. ഒരു വ്യവസായി, മുസ്ലിമായ വ്യവസായി ഏറ്റവും മാതൃകായോഗ്യമായ ഹലാലല്ലാത്തതൊന്നും വ്യവസായത്തിൽ പണം സമ്പാദിക്കുന്നതിൽ ഉപയോഗപ്പെടുത്താത്ത സത്യസന്ധനായ വ്യവസായിയായിരിക്കണം. ഒരു അധ്യാപകൻ അധ്യാപനം നടത്തുന്നിടത്ത് സത്യസന്ധത വെച്ച് പുലർത്തേണ്ടതുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരുപാട് കളവ് പറയാൻ, ഒരുപാട് അഴിമതി നടത്താൻ അവസരമുണ്ടായാൽ പോലും ആ ഭാഗത്തേക്ക് ചിന്തിക്കുക പോലും ചെയ്യാതെ സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരാവണം. മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും പരമോന്നത അധികാരം കൈയാളുന്ന ആളായാൽ പോലും ഒരു മുസ്ലിം എന്ന നിലക്ക് അവൻ പ്രവാചകന്റെ മാതൃകയനുസരിച്ച് ആ ദൗത്യം നിർവഹിക്കുന്നവനാവണം. അതാണ് ഷഹാദത്ത്. അങ്ങനെയാകുമ്പോഴേ ഷഹാദ് ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസിയായി ആ വ്യക്തി മാറുകയുള്ളൂ, ആ ഉദ്യോഗസ്ഥൻ മാറുകയുള്ളൂ, ആ അധ്യാപകൻ മാറുകയുള്ളൂ, ആ മന്ത്രി മാറുകയുള്ളൂ, ആ കുടുംബനാഥൻ മാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഷഹാദത്ത് എന്നുള്ളത് കേവലം വാഗ്മയം അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് ഉച്ചരിച്ച് അങ്ങനെ പ്രഖ്യാപിച്ച് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയലിൽ ഒതുങ്ങുന്നതല്ല. അവന്റെ ജീവിതത്തിന്റെ അവൻ ആരാധനാ കർമ്മങ്ങൾ എപ്പോൾ മുതൽ നിർബന്ധമായോ, നമസ്കാരം എപ്പോൾ മുതൽ നിർബന്ധമായോ, സക്കാത്തും നോമ്പും ഒക്കെ അവൻ എപ്പോൾ മുതൽ നിർബന്ധമാകുന്നുണ്ടോ അതിന് മുമ്പായി തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് മരണം വരെ, അവസാനം വരെ അത് അവന്റെ ജീവിതത്തിലൂടെ പ്രകടമാവണം. അതാണ് ഷഹാദത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയുണ്ട്, റളീതു ബില്ലാഹി റബ്ബ. വൈകുന്നേരവും രാവിലെയും
ചൊല്ലാൻ വേണ്ടി നമ്മോട് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ. അല്ലാഹു എന്റെ റബ്ബാണ്, എന്റെ രക്ഷിതാവാണ് എന്ന കാര്യത്തിൽ ഞാൻ തൃപ്തനാണ്, സംതൃപ്തനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകനാണ്. ആ പ്രവാചകന്റെ മാതൃക അനുസരിച്ചാണ് ഞാൻ ജീവിതം കൈയാളേണ്ടുന്നത് എന്ന വിഷയത്തിൽ ഞാൻ സംതൃപ്തനാണ്. അതിൽ നിന്ന് പിന്മാറിക്കൊണ്ട് പ്രവാചകന്റെ അനുധാവത്തെ അവഗണിച്ചുകൊണ്ട് ഞാൻ മറ്റൊരു വഴിക്കും പോവുകയില്ല തന്നെ. ഇസ്ലാം എന്നുള്ളത്, ഇസ്ലാം പഠിപ്പിച്ച അധ്യാപനം എന്നുള്ളത് എന്റെ ജീവിതവുമായി കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അതിൽ ഞാൻ സംതൃപ്തനാണ് എന്ന് പ്രാർത്ഥിക്കാൻ, ദിവസവും 2 നേരമെങ്കിലും പ്രാർത്ഥിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിട്ടുണ്ട്. എന്താ പറയുന്നത്? റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ. ഞാൻ അല്ലാഹു എന്റെ റബ്ബാണെന്ന കാര്യത്തിൽ സംതൃപ്തനാണ്, ഇസ്ലാം എന്റെ മതമാണെന്ന കാര്യത്തിൽ സംതൃപ്തനാണ്, അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൂതനാണ് എന്ന കാര്യത്തിൽ ഞാൻ സംതൃപ്തനാണ് എന്ന പ്രഖ്യാപനം അതൊരു പ്രാർത്ഥനയായി നമ്മുടെ ജീവിതത്തിൽ മിനിമം ദിവസവും 2 നേരമെങ്കിലും ഉണ്ടാവണമെന്ന് പറയുമ്പോ ഷഹാദത്ത് എത്രമാത്രം നമ്മുടെ ഹൃദയത്തിലെ അന്തരാളത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്തുൽ ബഖറയിൽ, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ തകൂനൂ ശുഹദാ അലന്നാസി വയകൂന റസൂലു അലൈക്കും ഷഹീദാ. നാം നിങ്ങളെ ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു. നമ്മളെ അല്ലാഹു ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു. അധികമില്ലാത്ത, അമിതമല്ലാത്ത, അതിരുകവിയാത്ത മതത്തിന്റെ ആളുകളാണ്. അതുപോലെ വ്യതിചലിച്ചു പോവാത്ത, അപകടകരമായ താഴ്ചയിലേക്ക് പതിച്ചു പോകാത്ത ശുദ്ധ മതത്തിന്റെ ആളുകളാണ് നമ്മൾ. ഉത്തമ സമുദായമാക്കിയിരിക്കുകയാണ് നമ്മളെ. അതുകൊണ്ട് തന്നെ ഉത്തമ സമുദായത്തിന്റെ വ്യക്തികളായ നമ്മൾ ഓരോരുത്തരും നമ്മൾ ജനങ്ങൾക്ക് സാക്ഷികളായിരിക്കണമെന്നാ പറയുന്നത്. ലിതകൂനൂ ശുഹദാ അലന്നാസ്, നമ്മൾ ജനങ്ങൾക്ക് സാക്ഷികളാവണം. വയകൂന റസൂൽ അലൈക്കും ഷഹീദാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് സാക്ഷിയാവണം. റസൂൽ നമുക്ക് എങ്ങനെയാണ് സാക്ഷിയായിരിക്കുന്നത്? റസൂൽ പഠിപ്പിച്ച അധ്യാപനങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്, എല്ലാ സമയത്തും ഉണ്ടാവേണ്ടത്. ഉണർന്നിരിക്കുമ്പോഴും ബുദ്ധിയോടെ കാര്യങ്ങൾ കൈയാളുമ്പോഴും ചിന്തിക്കുമ്പോഴും, ഇനി ആലസ്യത്തിൽ, ഉറക്കിൽ, ക്ഷീണത്തിൽ മയങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ പോലും, മയക്കത്തിലും ഉണർച്ചയിൽ പോലും പ്രവാചകന്റെ മാതൃകയാവണം നമ്മെ സ്വാധീനിക്കേണ്ടത്. അതാണ് പ്രവാചകൻ നമ്മൾക്ക് സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ. ആ അധ്യാപനം ഉൾക്കൊണ്ട നമ്മൾ ഓരോരുത്തരും ജനങ്ങൾക്ക് സാക്ഷികളാണ്. നമ്മൾ ഓരോരുത്തരും ജനങ്ങൾ സാക്ഷികളാണ്. നോക്കൂ, അതാ ഒരു മുസ്ലിം കളവ് പറയുന്നവനാണ്, അതാ ഒരു മുസ്ലിം പലിശക്കാരനാണ്, അതാ ഒരു മുസ്ലിം തെമ്മാടിയാണ് എന്ന രീതിയിൽ ഒരു വിശ്വാസിയെ കുറിച്ച് ആളുകൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടാൻ പോലും പാടില്ലാത്ത വിധത്തിൽ നമ്മൾ ശുദ്ധരായിരിക്കണം. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ അതിന്റെ ഒന്നാമത്തെ പ്രതി നമ്മൾ തന്നെയാണ്. അതിന് ശിക്ഷ വാങ്ങേണ്ടവരും നമ്മൾ തന്നെയായിരിക്കും. അതുകൊണ്ട് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാക്ഷിയാവുകയാണ്. നമ്മൾ അല്ലാഹു ഏകനാണെന്നും ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണെന്നുള്ളതിനും നമ്മൾ സാക്ഷിയാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകനാണെന്നതിലും നമ്മൾ സാക്ഷിയാണ്. നമ്മുടെ കർമാനുഷ്ഠാനങ്ങളൊക്കെയും പ്രവാചകൻ കാണിച്ച രീതിയിലായിരിക്കണം, അതിലപ്പുറത്തേക്ക് പോകരുത് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, യാ മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്. ഒരു സന്ദർഭത്തിൽ രണ്ടുപേരും ഒന്നിച്ചിരിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് ചോദിക്കുകയാണ്, മുആദേ, അറിയുമോ അള്ളാഹുവിന്റെ അവകാശമുണ്ട്, അള്ളാഹുവിന്റെ അവകാശമുണ്ട് ദാസന്മാരോട്, നമ്മളോട്. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെയും നിർവഹിച്ച് ജീവിക്കുന്ന നമ്മളോട് അള്ളാഹുവിന് അവകാശമുണ്ട്. ആ അവകാശം എന്താണെന്ന് നിനക്കറിയാമോ? മാത്രമല്ല, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന നമ്മൾക്ക് അള്ളാഹുവിനോട് അവകാശമുണ്ട്. അതെന്താണെന്നറിയാമോ? അള്ളാഹുവിനും നമ്മളോടുള്ള അവകാശം, നമുക്ക് അള്ളാഹുവിനോടുള്ള അവകാശം. ആ 2 അവകാശങ്ങളെ കുറിച്ചും നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നു.
കൈമലർത്തുകയാണ്. അല്ലാഹുവിനും റസൂലിനും അറിയാം. എന്നിട്ട് പ്രവാചകൻ മറുപടി പറയുകയാണ്, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദി അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈആ. അല്ലാഹുവിന്റെ അവകാശം അവനെ മാത്രം, അല്ലാഹുവിന് ലഭിക്കേണ്ടുന്ന അവകാശമാണത്. അല്ലാഹു നാം നൽകേണ്ടുന്ന ദാസന്മാരായ അനുയായികളായ വിശ്വാസികളായ നാം നൽകേണ്ടുന്ന അവകാശമാണത്. എന്താണത്? അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനോടൊന്നിനെയും പങ്കു ചേർക്കരുതേ. ഒന്നിനെയും പങ്കു ചേർക്കാത്ത വിധത്തിൽ അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ളത് നമ്മൾ അള്ളാഹുവിന് നൽകേണ്ടുന്ന അവകാശമാണ്. അങ്ങനെയാകുമ്പോ അങ്ങനെ അള്ളാഹുവിന് അവകാശം നൽകിയ ഒരു വിശ്വാസിക്ക് അള്ളാഹു ഇങ്ങോട്ട് നൽകുന്ന അവകാശമുണ്ട്. പ്രവാചകൻ വിശദീകരിക്കുകയാണ്, വഹഖുൽ ഇബാദി അലല്ലാഹി അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ശൈആ. എന്താണ് നമുക്കുള്ള അവകാശം? അങ്ങനെ അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന മനുഷ്യരെ നരകശിക്ഷയ്ക്ക് വിധേയമാക്കാതിരിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ അവകാശം. അങ്ങനെ ജീവിക്കുന്ന ആൾ നരകാവകാശിയായിരിക്കുകയില്ല എന്നതാണ് അള്ളാഹുവിന്റെ അവകാശം. അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ജീവിക്കാൻ തയ്യാറാവുന്നവൻ നരകാവകാശിയാവുകയില്ല. അത് നമ്മുടെ അവകാശമാണ്, നമുക്ക് ലഭിക്കേണ്ടുന്ന അവകാശമാണ്, അള്ളാഹു നമുക്ക് നൽകുന്ന അവകാശമാണ്. അപ്പൊ എന്താ ഷഹാദത്ത്? ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കേവലം വാക്കുകൾ കൊണ്ട് ഉച്ചരിച്ച് പറഞ്ഞ് പ്രഖ്യാപിച്ച് മറന്നു പോകേണ്ടുന്ന ഒന്നല്ല. നമ്മുടെ ജീവിതാന്ത്യം വരെ നമ്മിലൂടെ പ്രസരിക്കേണ്ടുന്ന സ്വഭാവ സവിശേഷതകളാണത്. ഇസ്ലാമിന്റെ അധ്യാപനങ്ങളാണത്. ഇസ്ലാം പൂർണ്ണമാണെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചതാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. നമ്മൾ ഷഹാദത്തിലൂടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദിവസവും 2 നേരം അല്ലാഹുവാണ് നമുക്ക് ആരാധനക്ക് അർഹൻ എന്ന കാര്യത്തിൽ നമ്മൾ സംതൃപ്തനാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഇവിടെ ഖുർആൻ പറയാണ്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നിതാ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, കൃത്യമാക്കി തന്നിരിക്കുന്നു. ഏറ്റക്കുറച്ചിലുകളില്ല. പ്രവാചകൻ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവും ഞാൻ പറയാതെ വിട്ടുപോയിട്ടില്ല. നിങ്ങളെ നരകത്തിൽ നിന്ന് അകറ്റുന്ന ഒന്നും ഞാൻ പഠിപ്പിക്കാതെയും ഇരുന്നിട്ടില്ല. പ്രവാചകൻ പഠിപ്പിക്കുകയാണ് നമുക്ക്. നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നുണ്ടല്ലോ, അതൊക്കെയും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന എന്തുണ്ടോ അതൊക്കെയും പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു. ഇസ്ലാമിനെ മതമായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. പരിപൂർണമാക്കപ്പെട്ട ഇസ്ലാം, പ്രവാചകന്റെ ജീവിതകാലത്ത് തന്നെ പരിപൂർണമാക്കപ്പെട്ട ഇസ്ലാം. പ്രവാചകന് ശേഷം ഇക്കാലത്തും ഇനി വരാൻ പോകുന്ന കാലത്തും എല്ലാ മനുഷ്യരും സ്വർഗം ആഗ്രഹിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരും അവലംബമാക്കേണ്ടുന്ന മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. അത് രേഖപ്പെടുത്തപ്പെട്ട് വെച്ചിട്ടുമുണ്ട്. ആ മതത്തിൽ ഒന്നും കൂട്ടിച്ചേർക്കാൻ, ഒന്നും കുറച്ചു കൊണ്ടുപോവാൻ പ്രവാചകന് പോലും അവകാശമില്ല. ഖുൽ മാ യകൂനു ലീ അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി. നബിയെ പറയണേ, എന്റെ സ്വന്തം വകയായി ഈ മതത്തിൽ എന്തെങ്കിലും ഭേദഗതി ചെയ്യാൻ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ എനിക്ക് അവകാശമില്ല. ഇൻ അത്തബഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ. എനിക്ക് ബോധനം നൽകപ്പെട്ടതിനെ പിൻപറ്റുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അദീം. എന്റെ രക്ഷിതാവിനെ, നിശ്ചയമായും എന്റെ രക്ഷിതാവിനെ ഞാൻ ധിക്കരിക്കുന്ന പക്ഷം, മതത്തിൽ രക്ഷിതാവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും പുതിയ കാര്യം ചേർക്കുകയോ എന്തെങ്കിലും കാര്യം വെട്ടിക്കുറയ്ക്കുകയോ തന്നിഷ്ടപ്രകാരം കാര്യം കൈയാളുകയോ ചെയ്യുന്ന പക്ഷം
ഭയങ്കരമായ ഒരു ദിവസത്തിലെ ശിക്ഷ ഞാൻ ഭയപ്പെടുന്നു എന്ന് പ്രവാചകരെ പറയൂ എന്ന് ഖുർആൻ പറയുക. പ്രവാചകന് പോലും മതത്തിൽ എന്തെങ്കിലും മാറ്റത്തിരുത്തൽ വരുത്താൻ അവകാശമില്ല. സ്വന്തം അഭിപ്രായം മതത്തിൽ കൊണ്ടുവരാൻ പ്രവാചകനും അവകാശമില്ല. എന്നാൽ എന്താണ് ഇന്നത്തെ സ്ഥിതി? പ്രിയപ്പെട്ടവരെ, പുതിയ കാലത്തും ഒരുപാട് നൂറ്റാണ്ടുകളായും പ്രവാചകന്റെ ചര്യക്ക് വിരുദ്ധമായ രീതിയിൽ എന്തെന്ത് കർമ്മങ്ങളാണ് ഇസ്ലാമിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുകയാണ് സൂറത്തുൽ അൻആമിൽ, വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു വഇൻ യംസസ്ക ബിഖൈറിൻ ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നബിയേ, നിങ്ങൾക്ക് അല്ലാഹു വല്ല ദോഷവും വരുത്തുകയാണെങ്കിൽ അത് നീക്കം ചെയ്യുവാൻ അവരല്ലാതെ മറ്റാരുമില്ല. നിനക്ക് വല്ല ഗുണവും വരുത്തുകയാണെങ്കിലോ അത് ഇല്ലാതാക്കാനും മറ്റാരുമില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിക്കുകയാണ്. നമ്മെ നിയന്ത്രിക്കുന്ന അള്ളാഹുവോടായിരിക്കണം പ്രാർത്ഥന, ആ അള്ളാഹുവിനെ മാത്രമായിരിക്കണം ആരാധന എന്ന വിശുദ്ധമായ ഈ സന്ദേശം, ഈ സത്യം മറച്ചു വെക്കത്തക്ക രീതിയിലോ അതിനെ മാറ്റം വരുത്തത്തക്ക രീതിയിലോ ഒരുപാട് ആചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ കയറിക്കൂടിയിരിക്കുകയാണ്. പറഞ്ഞാൽ തീരാത്തത്ര, കയ്യും കണക്കുമില്ലാത്തത്ര അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ നടക്കുകയാണ്. സ്ഥലകാല ബോധമില്ലാത്ത ആളുകളെ പിടിച്ച് വടിയാക്കി, എല്ലാം വരാൻ ഭാവി പോലും അറിയാവുന്നവനാക്കി, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവനാക്കി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വകവച്ചു കൊടുത്ത് അള്ളാഹുവിന്റെ കഴിവ് പോലും സൃഷ്ടികളായ ഇവർക്ക് വകവെച്ച് കൊടുത്തുകൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം കൊഴുത്ത് തടിച്ചിരിക്കുകയാണ് ഇവിടെ. ഇന്നും അതുണ്ട്, ഇപ്പോഴും അതുണ്ട്. പ്രിയപ്പെട്ടവരെ അറിയണം, ഇങ്ങനെ അന്ധവിശ്വാസത്തിന്റെ ആ വിശദീകരണങ്ങളിലേക്ക് നാം പോകുന്നില്ല. ഈ അന്ധവിശ്വാസം ഒരു 100 വർഷം മുമ്പ് എത്രമാത്രം അപകടകരമായിരുന്നു എന്ന് നാം ചിന്തിക്കണം. ഒരു നൂറ്റാണ്ട് മുമ്പ് എത്രമാത്രം അപകടകരമായിരുന്നു എന്ന് നാം ചിന്തിക്കണം. പ്രസവം മുതൽ, ജനനം മുതൽ, മരണം മുതൽ എല്ലാ കാര്യങ്ങളും അന്ധവിശ്വാസത്തിൽ ഉടക്കി നിർത്തപ്പെട്ട ആ കാലം അതൊക്കെയും മാറി മറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ തന്നെയായിരുന്നു നമ്മളും വന്നു പോയിരുന്നതെങ്കിൽ ഒരിക്കൽ പോലും ഹൈറ ഉമ്മ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ഉമ്മത്തും വസത്തും എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ഉത്തമ സമുദായത്തിന്റെ ആളുകൾ ആകുമായിരുന്നില്ല നാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ മതത്തെ ദുരുപയോഗം ചെയ്ത ആളുകളിൽ നിന്ന് അതിനെ രക്ഷപ്പെടുത്താനുള്ള കഠിനമായ ശ്രമങ്ങൾ ഉണ്ടായി. പ്രമാണങ്ങളിലേക്ക് മതത്തിന്റെ ആളുകളെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുണ്ടായി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വ്യക്തികൾ തമ്മിൽ, കൂട്ടമായി ആളുകൾ തമ്മിൽ അതങ്ങനെ ഒരു സംഘമായി മാറി. 924 കേരള ജംഇയ്യത്തുൽ ഉലമ, അതിനു മുമ്പേ 921 മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ ഏറിയാട് തുടങ്ങിയ ആ സംഘം പിന്നീട് അത് ശക്തി പ്രാപിച്ചു. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ കേരളത്തിലെ ആധികാരിക പണ്ഡിത സംഘടനയായി രംഗത്ത് വന്നു. അവർ പറഞ്ഞത് ഇവിടെ സൂചിപ്പിച്ച ഷഹാദത്തിന്റെ വ്യക്തമായ തെളിവുകളായി, ഉദാഹരണങ്ങളായി വിശ്വാസികൾ മാറണം. അല്ലാതെ അന്ധവിശ്വാസങ്ങളിൽപ്പെട്ട് അള്ളാഹുവിന് പകരം മറ്റുള്ളവരുടെ മുമ്പിൽ ഓച്ചാരിച്ചു നിൽക്കുന്ന, ഭയപ്പെട്ടു നിൽക്കുന്ന ആളുകളായി തീരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന വലിയ പാഠം, വലിയൊരു നവോത്ഥാന സംരംഭം അവർ ഏറ്റെടുത്തു. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് ഏറ്റെടുത്തു. അങ്ങനെ ആ ഏറ്റെടുത്തതിന്റെ ഇന്ന് ഇക്കാലത്ത് ആ ഏറ്റെടുത്തതിന്റെ വിജയം ഇവിടെ കാണാനുണ്ട്. വിദ്യാഭ്യാസപരമായി, സാംസ്കാരികമായി, സാമൂഹികമായി ഒരുപാട് ബോധമുള്ള ആളുകളായി നമ്മൾ വളർന്നു. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പാടില്ല, അവർ അടുക്കളയുടെ ഇരുട്ടിൽ മറഞ്ഞിരിക്കണം എന്ന ചിന്തക്കപ്പുറം അവരെ പുറത്തു കൊണ്ടുവന്ന് അവർക്ക് വിദ്യാഭ്യാസം നൽകി ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ കേരളക്കരയിൽ തന്നെ ഒരുപാട് സഹോദരിമാർ ആ വിധത്തിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നു, വളർന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച മഹൽ പ്രസ്ഥാനം കേരള ജംഇയ്യത്തുൽ ഉലമ. ആ കേരള ജംഇയ്യത്തുൽ ഉലമയെ തിരിച്ചറിയണം.
ആ കേരള ജമിയത്തുൽ ഉലമ കേവലം ഒരു മതസംഘടന പോലെയോ മറ്റേതെങ്കിലും സംഘം പോലെയോ ഉള്ള സംഘമല്ല. വിപ്ലവകരമായ ദൗത്യം നിർവഹിച്ച ഈ കേരളക്കരയിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എല്ലാ ജനങ്ങൾക്കും വിദ്യാഭ്യാസത്തിന്റെയും സംസ്കാരത്തിന്റെയും അധ്യാപനങ്ങൾ നൽകാൻ ചേർന്ന് നിന്ന് ത്യാഗം സഹിച്ച പ്രസ്ഥാനം കൂടിയാണ്. ആ പ്രസ്ഥാനത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഈ ഖുർആൻ ജനങ്ങൾ അറിയാതെ പോവുകയാണ്, ഇന്നും അറിയാതെ പോവുകയാണ്. ഈ ഖുർആനിലെ സന്ദേശങ്ങളെ യഥാവിധി മനസ്സിലാക്കാൻ ആളുകൾ തയ്യാറായിരുന്നുവെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ ഈ സമൂഹത്തിൽ നിലനിൽക്കുമായിരുന്നില്ല. ഖുർആൻ നാം പഠിപ്പിക്കണം, ഖുർആൻ നാം ജനങ്ങൾക്ക് എത്തിക്കണം. ഷഹാദത്തിന്റെ അർത്ഥം ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാവണം. നമ്മിലൂടെ നമ്മെ കണ്ട് ഓരോ ഇടപാടുകളും ഓരോ സംസാരവും ഓരോ പെരുമാറ്റവും ഓരോ കുടുംബ ജീവിതവും ഓരോ സാമൂഹിക ജീവിതവും എങ്ങനെയാണ് ഉത്തമ മാതൃക ആയിരിക്കേണ്ടത് എന്ന് നമ്മിലൂടെ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിഞ്ഞാൽ അവർ ഇസ്ലാമിനെ സ്നേഹിക്കുന്നവരാകും, അവർ ഇസ്ലാമിനെ പഠിക്കാൻ തയ്യാറാകും. അങ്ങനെ ഒരു മാതൃക ഒന്നാമതായി നമ്മിലുണ്ടാകണം. ആ മാതൃക ഈ കേരളക്കരയിൽ കാണിച്ചു കൊടുത്ത ഒരു മഹൽ പ്രസ്ഥാനം എന്ന നിലക്ക് കേരള ജമിയത്തുൽ ഉലമ വേറിട്ട് നിൽക്കുകയാണ്. ആ കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനത്തിന്റെ സമാപനം ഇൻഷാ അല്ലാഹ് മറ്റന്നാള് ഞായറാഴ്ച വൈകുന്നേരം കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടക്കുകയാണ്. ഇവിടെ വെച്ച് വാഹനം പോകുന്നുണ്ട്, പയ്യോടി പല പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ വെച്ചുള്ള വാഹനത്തിന് സൗകര്യങ്ങളുണ്ട്, ഇനിയും സീറ്റുകൾ ഒഴിവുണ്ട്. ഒരു പൈസ പോലും ആരോടും വാങ്ങാത്ത വിധത്തിലാണ് ആളുകളെ കൊണ്ടുപോകുന്നത്. അത് അവഗണിക്കരുത്. അത് വലിയൊരു ദൗത്യം കൂടിയായി നമുക്ക് ഈ പ്രസ്ഥാനത്തോട് അള്ളാഹു പഠിപ്പിച്ച ഷഹാദത്ത് തിരിച്ചറിയാൻ കഴിഞ്ഞ ഈ പ്രസ്ഥാനത്തോടുള്ള കൂറും നന്ദിയുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സമ്മേളനം വിജയിപ്പിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് മാത്രം പറയുന്നു. അതുമായി ബന്ധപ്പെട്ട യാത്രക്ക് ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അസ്ലമുമായി ബന്ധപ്പെടുക, അക്കാര്യങ്ങൾ അദ്ദേഹത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. നമ്മുടെ ഈ കൂടിച്ചേരൽ ഒരു സൽക്കരമായി കാരണവാനായ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങളൊക്കെ ഇനി പൊറുത്തു തരണേ റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പൊറുത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ അല്ലാഹ്. മാറാരോഗങ്ങൾ, കടങ്ങൾ, അപകടങ്ങൾ റബ്ബുൽ ആലമീനായ തമ്പുരാനെ ഇവയെ തൊട്ടൊക്കെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ കാരുണ്യം വർഷിക്കണമേ റഹ്മാനെ. അവർക്ക് നീ ആശ്വാസം നൽകണമേ റഹ്മാനെ. അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ റബ്ബുൽ ആലമീൻ തമ്പുരാനെ ബർസഖി ലോകത്ത് ജീവിക്കുന്ന അവർക്ക് നീ ആശ്വാസം നൽകണമേ അല്ലാഹ്. അവർക്ക് നീ വെളിച്ചമേകണമേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരയണമേ റഹ്മാനെ. ഈ ലോകത്ത് ഈ ദീനനുസരിച്ച് സമാധാനത്തോടെ ജീവിക്കാനുള്ള സൗകര്യം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഈ നാട്ടിൽ, ഈ രാജ്യത്ത് ശരിയായ വിശ്വാസം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്ത ത്യാഗോച്ചരായ പണ്ഡിതന്മാർ പലരും പിരിഞ്ഞു പോയിരിക്കുകയാണ്. അധികം ആളുകളും ജീവിച്ചിരിപ്പില്ല റബ്ബേ. അവർക്ക് നീ കാരുണ്യം വർഷിക്കണമേ അല്ലാഹ്. അവരെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സത്യവിശ്വാസികൾ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്, ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കഠിനമായ ത്യാഗങ്ങൾക്ക് അവർ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് റഹ്മാനെ. അവർക്ക് നീ സുരക്ഷിതം നൽകണമേ അല്ലാഹ്. അവരെ നീ സംരക്ഷിക്കണമേ അല്ലാഹ്. അവർക്ക് നീ വിജയം പ്രദാനം ചെയ്യണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.